സന്തോഷി, ഗുഡ് മോർണിംഗ്. കൊച്ചി നഗരത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഇതിനു മുൻപ് കഴിഞ്ഞ 10 വർഷം UDF ഭരിച്ച സമയത്ത് കൊച്ചി ഏത് രീതിയിലായിരുന്നു? ബ്രഹ്മപുരത്തടക്കം നിരവധി മാലിന്യങ്ങൾ കൊണ്ട് തള്ളി കൊച്ചിയെ ശ്വാസം മുട്ടിച്ച UDF കൊച്ചിയിൽ ഇപ്പോൾ വാഗ്ദാനം നൽകുന്നത് സീറോ വേസ്റ്റ് കൊച്ചി എന്ന് തന്നെയാണ്. കണ്ണൂരിലേക്ക് വന്നാലും UDF നഗരസഭ കഴിഞ്ഞ 5 വർഷം ഭരിച്ച UDF നഗരസഭയുടെ ഭാഗത്തുനിന്ന് കണ്ണൂർ കോർപ്പറേഷന് കണ്ണൂർക്കാർക്ക് ലഭിച്ചത് എന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തും. കാരണം മാലിന്യ പ്ലാന്റിലടക്കം അത് നിർമ്മിക്കുന്നതിനടക്കം വലിയ അഴിമതി UDF ഭരണസമിതി കൊണ്ടുവരുന്നു. ആ അഴിമതി ചോദ്യം ചെയ്യപ്പെടുന്നു. ആ പദ്ധതി തന്നെ നിർത്തിവെക്കാൻ വേണ്ടി കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ കണ്ണൂർ UDFിലെ ചർച്ചകൾ ഏത് രീതിയിലാണ്? UDF ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് മുൻപാകെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നത്? കാരണം ഈ മാലിന്യ പ്ലാന്റ് പദ്ധതി അത് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ UDFന് കോർപ്പറേഷന് നേരിട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ UDFിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഒപ്പം LDF ഏത് രീതിയിലാണ് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്? വിനിഷ, കൊച്ചിയിൽ നിന്നും ഉള്ള വാർത്തയുടെ നേരെ വിപരീതം. അതായത് UDF ഭരിക്കുന്ന ഇപ്പോൾ കേരളത്തിലെ ഏക കോർപ്പറേഷനായ കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റവും പ്രധാനമായി പ്രചരണ രംഗത്ത് ഇപ്പോൾ UDF നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ അഴിമതി ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത്. അത് വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പടന്നപ്പാലം മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തന്നെയാണ് ഒന്നാമതായി അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കുന്നത്. കണ്ണൂർ നഗരത്തിലുള്ള മുഴുവൻ വീടുകളിലെയും മലിനജലം ശേഖരിച്ച് മാലിന്യ പ്ലാന്റിലെത്തി അത് ശുദ്ധീകരിച്ച് തെളിനീരാക്കി പടന്ന തോടിലൂടെ ഒഴുക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതി. പക്ഷേ ആ പദ്ധതി നടപ്പാക്കിയിട്ടും അത് വിജയിച്ചില്ല. ഈ മലിനജലം വീടുകളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലെത്തിയെങ്കിലും അവിടെ നിന്നും അത് കൃത്യമായി ശുദ്ധീകരിച്ച് ഈ തോട്ടിലേക്ക് വിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വലിയ മാലിന്യ പ്രശ്നം ഈ ജനങ്ങൾ നേരിടുന്നു. വലിയ രോഗഭീതിയിൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്നു. അഴിമതിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണം LDF ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ UDF. അതേസമയം തന്നെയാണ് ഈ മറ്റൊരു പുതിയ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം കൂടി UDFന് മുന്നിലുള്ളത്. 40 കോടിയുടെ ഈ പ്രൊജക്റ്റ്, അതായത് മാലിന്യ നിർമ്മാർജ്ജന പ്രൊജക്റ്റ്, അത് 114 കോടിയാക്കി ഉയർത്തി ഒരു കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. അത് അമൃത് പദ്ധതിയുടെ ഉന്നതതല സമിതി ഇതിലെ സുതാര്യമല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ പദ്ധതിയും റദ്ദാക്കി. അതും അഴിമതി ആരോപണത്തിലാണ് ഇപ്പോൾ UDFനെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ നടപ്പാക്കിയ മൾട്ടി ലെവൽ പദ്ധതി, പാർക്കിംഗ് പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ അവിടെയും ആരോപണം നിലനിൽക്കുന്നു. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ UDF നടപ്പാക്കിയ എല്ലാ പ്രധാന പദ്ധതികളും അഴിമതിയുടെ നിഴലിലാണ് എന്നുള്ളത് തന്നെയാണ് പ്രചരണ രംഗത്ത് UDF നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സജീവ ചർച്ചാ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് മറുപടി നൽകാനാകട്ടെ UDFന് കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് LDF പ്രധാനമായും ജനങ്ങളെ നേരിടുന്നത്. ഈ അഴിമതി ആരോപണം തന്നെയാണ് LDF ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാട്ടുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി ആരോപണങ്ങളും വികസന മുരടിപ്പും തന്നെയാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. ഇത് ഉയർത്തിക്കാട്ടി പ്രചരണത്തിൽ മുന്നേറുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. സന്തോഷം വ്യക്തമാണ്. ഏതായാലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച്, കേരളത്തിലെ മന്ത്രിമാരെക്കുറിച്ച്, കേരളത്തിലെ MLA-മാരെക്കുറിച്ച്, ഇടതുപക്ഷ MLA-മാരെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ആരോപണങ്ങളും ഉന്നയിക്കാൻ പറ്റാത്ത, അത് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അത് ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റാത്ത ഒരു കാലം കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് കൃത്യമായ ഒരു ചിത്രം വരച്ചു കാട്ടുക തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം. അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കണ്ണൂർ UDF ഭരിച്ചു മുടിച്ച കണ്ണൂർ കോർപ്പറേഷൻ. അപ്പോൾ അതിൽ ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, അത് ഏത് രീതിയിലാണ് LDF നേരിടുന്നത് എന്ന കാര്യങ്ങളൊക്കെ M. സന്തോഷ് വ്യക്തമാക്കുകയായിരുന്നു.